കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ ദീർഘകാലമായി BJP ഭയപ്പെട്ടിരുന്നത് ഇന്നലെ സംഭവിച്ചു. അവർ ഭയപ്പെട്ടിരുന്നത് നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറക്കാരായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയുമാണ്. കുടുംബാധിപത്യത്തിനെതിരെ BJP എടുത്ത നിലപാടുകൾ യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയുമാണ്. അധികാരത്തിൽ വന്ന ശേഷവും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോഴും അവരുടെ ലക്ഷ്യം രാഹുലും പ്രിയങ്കയും ഇല്ലാത്ത ഒരു കോൺഗ്രസ്. അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങളും പരിഹാസങ്ങളും ആണ് നടന്നിരുന്നത്. പക്ഷേ 24-ലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് കോൺഗ്രസ് വർദ്ധിത വീര്യത്തോടെ വരികയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇന്നലെ നടത്തിയ കന്നിപ്രസംഗം ലോക്സഭയുടെ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഊന്നൽ നൽകിയത് ഭയം പാടില്ല, ശത്രുത പാടില്ല, വിദ്വേഷം പാടില്ല. ഭരണകക്ഷിയുമായി ഏതു തരത്തിലുള്ള സഹകരണത്തിനും തങ്ങൾ പ്രതിപക്ഷം തയ്യാറാണ് എന്ന രീതിയിലാണ് പ്രസംഗത്തിലുടനീളം 1.25 മണിക്കൂർ നീണ്ട രാഹുൽ ഗാന്ധിയുടെ അരങ്ങേറ്റ പ്രസംഗം, പ്രതിപക്ഷ നേതാവെന്ന അരങ്ങേറ്റ പ്രസംഗം യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക്, നമ്മുടെ പാർലമെൻ്ററി രംഗത്തുള്ളവർക്ക് ഒരു മാതൃക തന്നെയാണ്. അദ്ദേഹം പരമശിവൻ്റെയും ഗുരു നാനാക്കിൻ്റെയും മറ്റും ചിത്രങ്ങൾ പ്രസംഗത്തിനിടയിൽ ഉയർത്തിക്കാണിച്ചു. ഇത് BJPയെ, ഭരണകക്ഷിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പരമശിവൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം പരമശിവൻ്റെ കഴുത്തിൽ ഉള്ള പാമ്പ് ഏത് നിമിഷവും നാം മരിച്ചു പോയേക്കാം, മരണം നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന സന്ദേശമാണ്. എന്നാലും ഭയപ്പെടരുത്. അതുപോലെ പരമശിവൻ്റെ പുറകിലുള്ള ശൂലം അത് അക്രമത്തിൻ്റെ ഒരു പ്രതീകമല്ല. കാരണം പുറകിൽ ശൂലമുണ്ടെങ്കിലും വലത് കൈകൊണ്ട് എടുക്കാവുന്ന തരത്തിലല്ല ആ ശൂലം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭയപ്പെടുത്താനോ ആക്രമിക്കാനോ ഉള്ള ഒരു പ്രതീകമല്ല ശൂലം. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ചിഹ്നമായ കൈ, ആ കൈ നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ്. ഗുരു നാനാക്കായാലും മുഹമ്മദ് നബി ആയാലും ഭയത്തിനെതിരെ ഉള്ള സന്ദേശങ്ങളാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ശ്രീബുദ്ധൻ്റെയും മഹാത്മജിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും സന്ദേശങ്ങളും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഒരു ചെകിടത്ത് അടി കിട്ടിയാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കണം എന്ന യേശുദേവൻ്റെ സന്ദേശം. അങ്ങനെ ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഊന്നൽ നൽകിയത് ഭയപ്പെടുത്തരുത്, ഭയത്തിന് കീഴടങ്ങരുത് എന്ന സന്ദേശമാണ്. കാരണം കഴിഞ്ഞ 10 കൊല്ലം മോദി സർക്കാർ, BJP തങ്ങളാണ് ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശികളെന്ന് മട്ടിൽ മറ്റ് മതവിഭാഗങ്ങളെ, ജനങ്ങളെ ഭയപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയത്തിന് കീഴ്പ്പെടരുതെന്നും അങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്താൻ ഭരണകൂടം ശ്രമിക്കരുതെന്നും നമ്മുടെ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ട് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ BJP നടത്തിയ ജനവിരുദ്ധമായ നടപടികൾ, ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ എല്ലാം അക്കമിട്ട് പറഞ്ഞു. നമ്മുടെ സൈനികരെ നിരായുധരാക്കിയ അഗ്നിവീർ പദ്ധതി,
അഗ്നിവീർ പദ്ധതി മോദിയുടെ തലയിൽ മാത്രം ഉദിച്ച ഒരാശയമാണ്. കാരണം താൽക്കാലിക ജീവനക്കാരെ പോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അഗ്നിവീർ സേനാംഗങ്ങൾ മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ അവർ രക്തസാക്ഷികളല്ല. അവരുടെ കുടുംബങ്ങൾക്ക് സൈനികർക്ക് ലഭിക്കാറുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിക്കില്ല. അപ്പോൾ യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന മട്ടിലാണ് അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് കർഷക സമരമാണ്. നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്ത കർഷകരെ രാജ്യദ്രോഹികളായും തീവ്രവാദികളായും ചിത്രീകരിച്ചുകൊണ്ട് റോഡടച്ച് വഴി തടഞ്ഞ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തുകയായിരുന്നു സർക്കാർ. 70-ലേറെ കർഷകർ സമരത്തിനിടയിൽ മരിച്ചു വീണു. അവർക്ക് വേണ്ടി ഒരു അനുശോചന പ്രമേയമെങ്കിലും പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ചെവിക്കൊള്ളാൻ സർക്കാർ തയ്യാറായില്ല. ആ കർഷകരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ചെറുകിട കർഷകരെയും ചെറുകിട വ്യാപാരികളെയും വ്യവസായികളെയുമെല്ലാം പെരുവഴിയിലാക്കിയ GSTയെക്കുറിച്ചാണ്. GST വന്നതോടുകൂടി ചെറുകിട കച്ചവടക്കാർ, ചെറുകിട വ്യവസായികളെല്ലാം പെരുവഴിയിലാവുകയും വൻ കുത്തകകൾ തഴിച്ച് വളരുകയും ചെയ്തു. അപ്പോൾ GST എന്ന മണ്ടനാശയം, മണ്ടൻ പരിഷ്കാരം, അതിനെതിരെയും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. പിന്നീട് അദ്ദേഹം ശക്തമായി ഉന്നയിച്ച മറ്റൊരു ആരോപണം കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ 70-ലേറെ പ്രാവശ്യം ചോർന്നുപോയ നീറ്റ് പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. വിദ്യാർത്ഥികളെ കേൾക്കാൻ ഭയമില്ലാതെ അവർക്ക് പരീക്ഷ എഴുതാനും അവർ ആഗ്രഹിക്കുന്ന, അവരുടെ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ സ്വായത്തമാക്കാനും കഴിയണം. അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു പരീക്ഷാ സംവിധാനം നീറ്റിലായാലും നെറ്റിലായാലും ഉണ്ടാകണം. അപ്പോൾ വിദ്യാർത്ഥികളെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം. മറ്റൊന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് BJPക്കാർ ഹിന്ദുവിൻ്റെ വക്താക്കളല്ല. ഹിന്ദുക്കൾ ഒരിക്കലും അക്രമത്തിനോ മറ്റോ ആഹ്വാനം ചെയ്യുന്നവരല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ കുത്തക അവകാശം BJPയും RSSും കൈയടക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഈ പ്രസംഗത്തിനെതിരെ സാക്ഷാൽ മോദി തന്നെ എഴുന്നേൽക്കുകയും ഹിന്ദുക്കളെ അടച്ചാക്ഷേപിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുകയും ചെയ്തു. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെല്ലാം പരിശോധിക്കണം എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാട്. അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രാജ്നാഥ് സിംഗ് തന്നെ മറുപടി പറയാൻ എഴുന്നേറ്റു. പക്ഷേ ഇതിനൊന്നും വഴങ്ങാതെ തൻ്റെ പ്രസംഗം അദ്ദേഹം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. മണിപ്പൂർ, കത്തിയെരിയുന്ന മണിപ്പൂർ, സമാധാനം നഷ്ടപ്പെട്ട മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. ആ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ഗുരുതരമായിരുന്നു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിലേക്ക് പോയിട്ടില്ല. മണിപ്പൂരിനെ ശാന്തമാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ? അതുപോലെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. അങ്ങനെ കർഷകരെക്കുറിച്ച്, വിദ്യാർത്ഥികളെക്കുറിച്ച്, തൊഴിലാളികളെക്കുറിച്ച്, ചെറുകിട കച്ചവടക്കാരെക്കുറിച്ച്, കാശ്മീർ, ലഡാക്ക് വിഷയങ്ങളെക്കുറിച്ച്, മണിപ്പൂരിനെക്കുറിച്ച് എല്ലാം അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പ്രതിപക്ഷം ഒരിക്കലും ഭയത്തിന് കീഴടങ്ങില്ല. ഭയപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. ഭയപ്പെടുത്തിയാൽ അതിന് കീഴ്പ്പെടാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നൽകിയത്. എന്തായാലും ലോക്സഭയിലേക്ക് വൈകാതെ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ
എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. വൈകാതെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി പ്രിയങ്കയും ലോക്സഭയിലെത്തും. അപ്പോൾ ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്ന ഊർജം നമ്മുടെ ഇമാജിനേഷനും അപ്പുറമാണ്. കാരണം പപ്പു എന്നും അമുൽ ബേബി എന്നും BJPയും ഇടതുപക്ഷവും അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധി ആരായിരുന്നു? ആരാണ്? അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഇന്നലത്തെ കന്നിപ്രസംഗം. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര, ഭാരത് ജോഡോ യാത്ര നടത്തിയതിലൂടെ അദ്ദേഹം കാൽച്ചുവടുകൾ കൊണ്ട് അളന്നത് ദൂരം മാത്രമല്ല, ഇന്ത്യയിലെ മനുഷ്യരുടെ മനസ്സും ഹൃദയവുമാണ്. അതുകൊണ്ടാണ് വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് അദ്ദേഹം ഉടനീളം സംസാരിച്ചത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മഞ്ഞു പെയ്യുന്ന കാശ്മീരിൽ പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈ വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കും. ഇന്നലെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ഭയം മാത്രം നിറഞ്ഞിരുന്ന ലോക്സഭയിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു കടയാണ് തുറന്നിരിക്കുന്നത്. എന്തായാലും ശക്തമായൊരു പ്രതിപക്ഷം പാർലമെൻറ്റിലുണ്ടെന്നും ഭയചകിതരായി അരക്ഷിതരായി കഴിയുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അഭയകേന്ദ്രമായി പ്രതിപക്ഷം മാറുമെന്നും ഉറപ്പു നൽകുന്നതായിരുന്നു ആ പ്രസംഗം. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: കേജ്രിവാളിനെ പോലെയുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ മറ്റൊരു മുഖ്യമന്ത്രിയും ഉണ്ടല്ലോ, ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ED അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി. അതുപോലുള്ള മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുമ്പോൾ വേദന തോന്നണം, പ്രതിഷേധം തോന്നണം, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയണം. ആ ഒരു സന്ദേശവും അദ്ദേഹം പ്രസംഗത്തിൽ നൽകി. വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. കാരണം സ്പീക്കറായി ഓം ബിർള അധികാരമേറ്റപ്പോൾ സ്പീക്കർ മോദിക്ക് ഹസ്തദാനം നൽകിയപ്പോൾ തല കുനിച്ച് അദ്ദേഹത്തെ വണങ്ങി. എന്നാൽ നിവർന്നു നിന്നാണ് പ്രതിപക്ഷ നേതാവായ തനിക്ക് ഹസ്തദാനം നൽകിയത്. അപ്പോൾ സഭയുടെ നാഥനായ സ്പീക്കർ ആണ് സഭയുടെ അവസാന വാക്ക്. അദ്ദേഹത്തിൻ്റെ തല ആരുടെ മുന്നിലും കുനിയാൻ പാടില്ല. പക്ഷേ അതിന് സ്പീക്കർ ഓം ബിർള നൽകിയ മറുപടി, പ്രായമായവരെ ഞാൻ ബഹുമാനിക്കുമെന്നും വേണ്ടി വന്നാൽ അവരുടെ കാൽ തൊട്ട് വണങ്ങുന്നതാണ് തൻ്റെ സംസ്കാരം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഭരണപക്ഷത്തോടും പ്രധാനമന്ത്രിയോടും പക്ഷപാതപരമായ നിലപാട് സ്പീക്കർ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കരുത്. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ കാണാനുള്ള മാന്യതയാണ്, ഭരണഘടനാപരമായ ബാധ്യതയാണ് സ്പീക്കർ കാണിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ അരങ്ങേറ്റ പ്രസംഗം